ഈ ലെപ്റ്റോസ്പൈറാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ആ വീൽസ് ഡിസീസിൽ പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ് ഈ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. സ്പിനോമെഗലി, ജോണ്ടിസ്, നെഫ്രൈറ്റിസ് വന്നപ്പോഴാണ് വീൽസ് ഡിസീസ് പേര് വരാൻ കാരണം. ഓർഗാനിസത്തിന് നേരത്തെ പറഞ്ഞപ്പോൾ ലെപ്റ്റോസ്പൈറോ ആണ്, സ്പൈറോഗീറ്റ് ആണ്. ഇതാണ് ലെപ്റ്റോസ്പൈറോഗീറ്റ്. അതിൽ കുറേ തരം സീറോയിഡ്സ് ഉണ്ട്. അതിൽ 20 സീറോയിഡ്സ് മാത്രമേ ശരിക്കും ഹാർംഫുൾ ആയിട്ടുള്ളൂ. അതിൽ പ്രധാനമായിട്ടും ലെപ്റ്റോസ്പൈറോ, ഇക്തറോ, ഹെമറാജിക്ക എന്നുള്ള സ്പീഷീസ് ഉണ്ട്. ഇക്തറോ എന്നെങ്കിൽ അറിയാലോ അല്ലേ? എന്താണ് ഇക്തറോ? ഇക്തറസ്, ജോണ്ടിസ്, ഹെമറാജിക്ക ബ്ലഡ് കേസ് വരുന്നത്. അപ്പോൾ ഇക്തറോ ഹെമറാജിക്ക അത് വളരെ മോശം കണ്ടീഷനാണ്. ഇവർക്ക് എനിമലിലും അതുപോലെ തന്നെ ഫ്രീ എൻവയോൺമെന്റിലും ജീവിക്കാമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. അത് നമ്മളെ എനിമൽസിൽ ഈ അസുഖം ഉണ്ടാക്കില്ല. പക്ഷെ ഇത് റിസോൾവ് ആയിരുന്നു എല്ലാ എനിമൽസും. അവർക്ക് അസുഖം ഉണ്ടാക്കില്ല. എന്താ ഈ കാരണം? എലി പരത്തുന്നു, പക്ഷെ എനിക്ക് അസുഖം ഉണ്ടാക്കുന്നില്ല. എലി പോകുന്നില്ല. ബ്ലഡില് ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയർ കടക്കാനായിട്ട് കഴിയില്ല നമുക്ക്. പക്ഷെ നമ്മൾക്ക് ആ ലെപ്റ്റോസ്പൈറയ്ക്ക് ബാരിയർ കടക്കാൻ പറ്റും. അപ്പം മറ്റെല്ലാ ഓർഗൻസിലും കടക്കാൻ പറ്റും. സാധാരണയായിട്ട് കാണുന്ന ഈ ജന്തുക്കളാണ്, അതായത് റാറ്റ്സ്, ഡോഗ്സ്, കാറ്റ്, പിഗ്, ബഫലോസ്. ഇവരാണ് രോഗം പരത്തുന്ന ആൾക്കാർ. നമ്മൾ സാധാരണ എലിപ്പിനിയിലിരിക്കുമ്പോൾ എലി മാത്രം അത് പരത്തുന്നത് പ്രതീക്ഷിക്കും. പക്ഷെ ഇതെല്ലാം പരത്തുന്നവയാണ്. മോർഫോളജി. ഈ മോർഫോളജി നോക്കുകയാണെങ്കിൽ ലെപ്റ്റോസ്പൈറയുടെ മോർഫോളജി കണ്ടോ? ഒരു സ്പ്രിങ് ആണ്. ആ സ്പ്രിങ്ങിന്റെ രണ്ടറ്റത്ത് 2 ഹുക്ക് കണ്ടോ? ഈ ഹുക്ക് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. ഈ ഹുക്ക് സ്ക്രൂ ചെയ്ത് കയറും. നമ്മൾക്ക് ശരീരത്തിലേക്ക് സ്ക്രൂ ചെയ്ത് കയറും. നമ്മളിപ്പോൾ ഒരു മുറിവുള്ള പേഷ്യന്റ് നമ്മൾ ഈ മല്ലിയ നിലത്തൂടെ പോകുമ്പോൾ ഇത് ഇൻഫെക്റ്റഡ് ആണ് വെള്ളമെങ്കിൽ നമ്മൾ മുറിയിലൂടെ പെട്ടെന്ന് കയറാൻ പറ്റും. ഹൈലി മൊട്ടയിലാണ്, നല്ല സ്പീഡിൽ സഞ്ചരിക്കുക. ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ആണ്. ആ ആക്സിസ് കണ്ടില്ലേ? ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ഇതാണ് വേറെ ചിത്രം. ഇത് സിൽവർ ഇന്റർഗ്രേഷൻ ടെക്നിക്കലി ഫ്ലോറസെന്റ് ആൻജിയോഗ്രാഫി ചെയ്തിട്ടുള്ളതാണ്. അതിന് കടൽക്കുതിര എന്ന് കണ്ടോ? കടൽക്കുതിര കേട്ടിട്ടുണ്ടോ? കടൽക്കുതിരയുടെ പിക്ചറാണ് കാണുന്നത്. അതുപോലെ തന്നെ കാണുന്നത്. അപ്പൊ സാധാരണ മൈക്രോസ്കോപ്പുകൾ കാണാൻ പറ്റില്ല. ഇത് നമുക്ക് ഡാർക്ക് ഫീൽഡിലും മൈക്രോസ്കോപ്പുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ ലെപ്റ്റോസ്പൈറിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ യൂറിൻ കൾച്ചർ കൊടുക്കുന്നു, നമുക്ക് ഈ കൊളേക്കാൾ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ. ഒരു എലിപ്പള്ള രോഗി വേറെ രോഗിയുടെ അടുത്ത് കിടക്കുകയാണെങ്കിൽ അവർക്ക് രോഗം വരില്ല. അതുപോലെ തന്നെ റാറ്റ്സ്, ഡോഗ്സ്, കാറ്റിൽസ് വഴിയാണ് നമുക്ക് സോഴ്സസ്. അവരുടെ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് എനിമൽ യൂറിൻ ആൻഡ് എക്സ്ക്രീറ്റ, അല്ലെങ്കിൽ കോണ്ടാക്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ടു സർഫേസ് വാട്ടർ, മോയ്സ്ചർ, സോയിൽ. അപ്പം ഇൻക്യുബേഷൻ പീരീഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ കാര്യം വെള്ളത്തിൽ മുക്കി, കണ്ടാമിനേഷൻ വിത്ത് വാട്ടർ ഓർ സോയിൽ 0. അത് കഴിഞ്ഞിട്ട് 5 to 14 ഡേയ്സിലാണ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സിംറ്റംസ് ഇൻക്യുബേഷൻ പീരീഡ് അപ് ടു 30 ഡേയ്സ് വരെ വരാം. അതുകൊണ്ട് 2 to 30 days ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൽനെസ് ക്യാൻ അപ്പിയർ വീക്ക് ആഫ്റ്റർ കോണ്ടാക്ട്. അപ്പോൾ പേഷ്യന്റ് വരുമ്പോൾ നമ്മളിലേക്കും ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്തെങ്കിലും നിങ്ങളുടെ തോട്ടിൽ പണിയെടുത്തുള്ളത് ചോദിക്കും. അപ്പോൾ അയാളില്ലാന്ന് പറയും. പക്ഷേ 1 month ബാക്ക് നമുക്ക് പോകേണ്ടി വരും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 2 to 30 days ഇൻക്യുബേഷൻ പീരീഡ്. ഇതിന് 2 phase ഇൽനെസ് എന്ന് പറയും. അബ്രപ്റ്റ്ലി വിത്ത് ഫീവർ, ഹെഡേക്ക് ആൻഡ് മസിൽ ഏക്സ്. പിന്നെ സെക്കൻഡ്ലി സിവിയർ ഫേസ്. നമ്മൾ സാധാരണ കാണുന്ന ഫേസ് ഒരു സാധാരണ മൈൽഡ് ഫേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസുകൾ. ഇതാണ് റിസർവോയേഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. മെയിൻലി റോഡൻസ്. പല ടൈപ്പ് റാറ്റുകളുണ്ട്. ഇത് സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന റാറ്റ് ഇതാണ്. ഇതൊക്കെ നോർവേജിയിൽ കാണുന്ന റാറ്റുകളാണ്. ഇത് തൊരപ്പൻ എന്ന് പറയില്ല, നമ്മുടെ ബാൻഡിക്കോട്ട്. ഇതുണ്ടാവും. അപ്പോൾ ഇത് ഡോഗ്സ്, വൈൽഡ് അനിമൽസിൽ ഡിയർ, കാറ്റില്, അതുപോലെ കേജ് അനിമൽസ്, റാബിറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുള്ളത്. ഇവരൊക്കെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഈ ലെപ്റ്റോസ്പൈറ ധാരാളമായിട്ട് വെള്ളത്തിലേക്ക് പോകും.
അപ്പോൾ നമ്മുടെ റാറ്റ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ വെള്ളത്തിലൂടെ പകരുന്നു? വെള്ളത്തിൽ ഇങ്ങനെ വരും. ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഇത് കിട്ടാം? ഏതൊക്കെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്? വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളില്ലേ, അവിടേക്ക് റാറ്റ്സ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? അല്ലല്ല, പാടങ്ങൾ, തോടുകൾ, തൊഴുത്ത്, ഓടകൾ, കുറച്ച് വെള്ളം കെട്ടിക്കുന്ന മാത്രം. കാരണം എലികൾ സാധാരണ മൂത്രം ഒഴിക്കുന്നത് കുറച്ച് വെള്ളം കെട്ടിക്കുന്ന സ്ഥലത്ത് മാത്രം ഒഴിക്കുന്നു. പുഴയ ഭാഗത്ത് മുമ്പിൽ ഒഴിക്കില്ല. അപ്പൊ നമ്മൾ സാധാരണ രാത്രി ഇവർക്ക് സഞ്ചാരം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആഹാരങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയും, വേസ്റ്റൊക്കെ. അത് തിന്നാൻ വേണ്ടിയിട്ട് രാത്രി നമ്മളെല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് പതുക്കെ ഇറങ്ങും പുറത്തേക്ക്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ചില വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പാത്രത്തിലെ വെള്ളം പിടിച്ചിട്ടുണ്ടാവും. മിക്കൽക്കും ടാങ്ക് ആയിരിക്കും, ഓവർ ടാങ്ക് ഉണ്ടാവും. ചില വീടുകളിൽ നോ സോഷ്യൽ ഗ്രൂപ്പിൽ പുറത്ത് അവർ വെള്ളം കിട്ടാത്ത സ്ഥലത്തിൽ കുറേ വെള്ളം പാത്രം പിടിച്ചിരുന്നു, പക്ഷെ മൂടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എലി ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങി അതിൽ മൂത്രമൊഴിക്കും. പക്ഷെ അവര് ചിലപ്പോൾ കുടിക്കുന്ന വെള്ളമായിരിക്കാം, ചിലപ്പോൾ പാത്രങ്ങളിൽ നിന്ന് ചിലപ്പോൾ അരി വയ്ക്കുന്ന വെള്ളമായിരിക്കാം. പ്രോപ്പറായിട്ട് വെള്ളം തിളപ്പിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ചില ഓവർ ഹെഡ് ടാങ്കുകൾ തുറന്നിരിക്കുന്ന ഓവർ ടാങ്ക് ഇപ്പോഴും ഉണ്ട്. ചില വീടുകൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചില വീടുകളിലെ മുകളിൽ വരുമ്പോൾ ടാങ്ക് അടച്ചിട്ടില്ല, ടാങ്ക് ഉണ്ട് മൂടിയിട്ടില്ല. അതിന് മഴവെള്ളം വീഴുന്നുണ്ട്, ടാങ്ക് നിറഞ്ഞെടുക്കണമെങ്കിൽ എലി മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ കുടിക്കുമ്പോൾ വരും. അതിന് അൽക്കിയെടുക്കുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ തോട്ടിലൊക്കെ ചെറിയ മുറികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അന്നനാളത്തിലോ ആമാശത്തിലോ ഒരു മുറികളുണ്ടെങ്കിൽ അരുതണം. സാധ്യത വളരെ കുറവാണെങ്കിലും അതിന് സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ പറഞ്ഞത്. ടോഡി ഷോപ്പ് കേസ് വന്നിട്ടില്ലേ? ടോഡി ഷോപ്പിൽ ഇതാണ് നമുക്ക് എലിപ്പനി സാധ്യത കൂടുതലുള്ള ആർക്കൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓട്, കുളം, തോട് വൃത്തിയാക്കുന്ന ആൾക്കാർ എന്നാണ് വർക്കേഴ്സ്. വയലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, കാറ്റിൽ പാത്രം കൂട്ടുന്ന ആൾക്കാർ, അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വരുമ്പോൾ കുറച്ച് വെള്ളം മുകളിൽ ടർസൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അടുത്ത ടർസിലേക്ക് മുകളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടാവും, ശ്രദ്ധിച്ചില്ല? ആ വെള്ളത്തിലായിരിക്കും ഒരു മൂത്രമൊഴിക്കുക. അപ്പൊ അതിൽ തൊഴിലാളികൾ കിടന്ന് നടക്കല്ലേ, ഒരു കാലം മുറിവുണ്ടെങ്കിൽ എന്തായാലും വരും. ഇവിടെ റാറ്റ്സ് ആർ ഇൻഫെക്റ്റഡ് കേട്ടോ, അതൊരു ക്വസ്റ്റ്യൻ. ഇൻഫെക്റ്റഡ് റാറ്റ്സ് മാത്രമേ പ്രശ്നമുണ്ടോ? കുളം, തോടിൻ്റെ വഴി മീൻ പിടിക്കുന്ന ആൾക്കാർ ഇതൊക്കെ. അതുപോലെ അത് ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആ തോട് കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് റെയിൽവേ സ്റ്റേഷൻ മുങ്ങിയിട്ട് ട്രിവാൻഡ്രം അതിലത്തെ സീനാണത്. കണ്ട അയാൾ ഇറങ്ങി ആ ഇതില്ല വൃത്തിയായിട്ട് കണ്ടില്ലേ, കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു. എല്ലാം ഇറങ്ങിയിട്ട് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു പേടിയാവും. കാരണം അയാൾ അത്രയും ധൈര്യമായിട്ട് ഇറങ്ങി അതൊക്കെ ചെയ്ത് ക്ലീനാക്കി. അയാൾക്ക് വരാൻ സാധ്യതയുണ്ട്, കാരണം എല്ലാം വരുന്ന സ്ഥലമാണ് അവിടെ. അതുപോലെ റോഡ് കെട്ടുന്ന ആൾക്കാർ, അതുപോലെ ഫ്ലഡ്, വെള്ളപ്പൊക്കം വന്നു വരുമ്പോൾ എല്ലാ അരികളും കൂടി വീടിൻ്റെ ഉള്ളിൽ കയറും. അത് വെള്ളം താഴുമ്പോൾ അരികളൊക്കെ വീടിനുള്ളിൽ നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ. അപ്പൊ ഈ ഗ്രൂപ്പുകൾ എല്ലാവരും നമ്മുടെ OP-യിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ വരിക. ഫീവർ, മയാൾജിയ സിംറ്റംസ് വെച്ച് വരികയാണെങ്കിൽ ഇതാണ് കേസുകൾ. സിംറ്റമാറ്റിക് റോഡിൻ്റെ കേസ് ഡീസിൽ, വൈൽഡ് അനിമൽസിൽ വരാം, നേരിട്ട് വരാം, വാട്ടറിൽ വരാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്കിൻ അബ്രാഷൻ്റെ ബോഡി, ഇൻഡാക്ട് മ്യൂക്കസ് മെമ്പറിൽ വരാം. ഇൻഫെക്റ്റഡ് സോയിൽ, വാട്ടർ, വെജിറ്റേഷൻസും കണ്ടാമിനേറ്റഡ് ഫുഡ് ആണ്. ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇത് 3 ടൈപ്പായിട്ട് വരാം: എപ്പിഡമിക്, എൻഡമിക്, സ്പൊറാഡിക്. എപ്പിഡമിക് സാധ്യത വളരെ കുറവാണ്, എന്നിരുന്നാലും റെയിനും ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് പകരാം. എൻഡമിക്കാണ് നമ്മുടെ ഏരിയയിലേക്ക് വരാൻ സാധ്യത. അതായത് പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ട്രോപ്പിക് ഹ്യൂമിഡ് എൻവയോൺമെന്റ് ആൻഡ് പുവർ സാനിറ്റേഷൻ. എന്താ ഇതിലൊക്കെ നിറച്ച് എലികൾ വരാൻ സാധ്യതയാണ്. ഇതൊക്കെ ഈ സാനിറ്റേഷൻ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ എലികൾ വന്നിരിക്കുന്നുണ്ടോ? സ്പൊറാഡിക് ആയിട്ടും വരാം. എങ്ങനെ? വെറ്റിനറി, സ്യൂവേഴ്സ്. അപ്പൊ വെറ്റിനറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് ഫീവർ, മയാൾജി ആയിട്ട് വരണമെങ്കിൽ ശ്രദ്ധിക്കണം, കാരണം അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ അറവുശാലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ
പിഗ് ഫാമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് മനസ്സിൽ വെക്കണം ഇത് എലിപ്പനി ആവാമെന്നുള്ള കാര്യം. അതുപോലെ ഈ സ്ലം ഏരിയസിലുണ്ട് കുറെ, നമുക്കിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്ലംസ് കാണാൻ പറ്റും, കുറച്ച് ചെറിയ വീടുകൾ കാണാൻ പറ്റും. കുട്ടികൾക്കുണ്ടാവും കുറച്ച് ചെറിയ ഓടകളുടെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ചെറിയ ഓടകൾ ഉണ്ടാവും, അതിൽ നിറച്ച് അഴുക്കുകളും മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ ചവിട്ടിപ്പോവും, അതിലൂടെ ഇഷ്ടംപോലെ എലികളും ഉണ്ടാവും. അതുപോലെ മിലിറ്ററി ട്രെയിനിങ്, ഇത്തരം ഇതിലൊക്കെ മിലിറ്ററി ട്രെയിനിങ്ങിലൊക്കെ അവർക്ക് വരാൻ സാധ്യതയുള്ളതാണ്. വളരെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒരു സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആയിട്ടും വരാം, അൺഡിഫറൻഷ്യേറ്റഡ് ഫെബ്രൈലി ഇൽനെസ് ആയിട്ടും വരാം, വീൽസ് ഡിസീസ് എന്നുള്ള മാരകമായ അസുഖത്തും വരാം. അനിക്ടറിക് പ്രശ്നം 2 പ്രസന്റേഷൻ ഉണ്ട്, അനിക്ടറിക്കും ഇക്ടറിക്കും. അനിക്ടറിക്ക് ജോണ്ടിസ് ഇല്ലാത്ത പ്രസന്റേഷനും ജോണ്ടിസ് ഉള്ള പ്രസന്റേഷനും. ജോണ്ടിസ് ഇല്ലാത്ത പ്രസന്റേഷനിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഹൈ ഗ്രേഡ് ഫീവർ, മയാൾജിയ, സിവിയർ ഹെഡേക്ക്, കൺജങ്ക്റ്റിവൽ സഫ്യൂഷൻ. കൺജങ്ക്റ്റിവൽ കൺജഷനും സഫ്യൂഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഡെങ്കി ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഡെങ്കി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം കൺജങ്ക്റ്റിവൽ കൺജഷനാണ്, ഇത് കൺജങ്ക്റ്റിവൽ സഫ്യൂഷൻ. അതിന്റെ വ്യത്യാസം കാണിച്ചുതരാം. ഇതാണ് സഫ്യൂഷൻ കേട്ടോ. ആ കണ്ണിന്റെ ചുറ്റും ഇതുണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, കൺജങ്ക്റ്റിവൽ സഫ്യൂഷനാണ്. മറ്റൊരു മൊത്തത്തിലൊരു കൺജഷനാണ്. അത് ഡിഫറൻസ്. ഇത് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാവണം ഈ കണ്ണിന് ടിപ്പിക്കൽ വേസിലൂടെ വന്നു, ടിപ്പിക്കൽ വേസിലൂടെ കണ്ടാൽ ഉടനടി മനസ്സിലാക്കണം. നമ്മൾ ഫീവർ മയാൾജിയ ഹെഡേക്ക് ഉണ്ടെങ്കിൽ ഉടനടി നമുക്ക് ലെപ്റ്റോസ്പിറോസിസ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അടുത്ത ഡേയ്സ് അത് 5 to 7 ഡേയ്സാണ് ഈ സംഭവം. അടുത്ത സ്റ്റേജില് മൈൽഡ് ഫീവർ, മെനിഞ്ചിസും അതൊക്കെ കോംപ്ലിക്കേഷൻ ബേസാണ്. ഇക്ടറിക്കില് ഇത് നമുക്ക് അടുത്തേക്ക് സ്റ്റേജ് 2ലേക്ക് കടന്നു അർത്ഥം. അത് കിഡ്നീനെ ബാധിച്ചു, മൈൽഡ് ടു സിവിയർ. അതുപോലെ തന്നെ ടോക്സിൻ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത് തന്നെ കിഡ്നിയിൽ പ്രശ്നം. ഇതൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കുമ്പോൾ കൺജങ്ക്റ്റിവൽ സഫ്യൂഷൻ, ജോണ്ടിസ് മേ ഓർ മേ നോട്ട്, ഫാരിഞ്ചൽ എരിത്തിമ വിത്തൗട്ട് എക്സുഡേറ്റ്, തൊണ്ടയിൽ നമ്മൾ ചോന കളറായി കാണും. അതുപോലെ മാക്രോ പാപ്പുലർ റാഷ്, അത് ഞാൻ കാണിച്ചത് ഫോട്ടോ. ഇതാണ് മാക്രോ പാപ്പുലർ റാഷ്. ഈ റാഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റാഷ് കണ്ടില്ലേ? അപ്പോൾ ഈ റാഷ് വിത്ത് കൺജങ്ക്റ്റിവൽ സഫ്യൂഷൻ വന്നാൽ നമുക്ക് സംശയമില്ല, ഇത് തന്നെ ആയിരിക്കും ഉറപ്പാണ്. മസിൽ ടെൻഡർനെസ്, മസിൽ എവിടെയെങ്കിലും ടെൻഡർനെസ്, കാഫ് മസിൽ. നേരെ വെച്ച് ഡെങ്കി ഫീവറിനോ ബ്രേക്ക് ബോൺ ഫീവർ, ബോഡി പെയിൻ എവിടെയെങ്കിലും ഉള്ളത്, തൈ ആൻഡ് ആംസ്, ബാക്ക്, ലംബാർ ഏരിയ, ഇതിലേക്കും ഡെങ്കി ഫീവറിൽ പെയിൻ. പക്ഷെ ഇത് ടിപ്പിക്കൽ കഫ് പെയിൻ ആണ്. അത് നമ്മൾ ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി, പേഷ്യൻ്റ് ആണ് അത്രയും പെയിൻ ആയിരിക്കും. അതുപോലെ ഹൈപ്പോറെഫ്ലക്സിയ എന്ന് വേണ്ട. വീൽസ് ഡിസീസ് എന്ന സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മോസ്റ്റ് സിവിയർ ഫോം ഓഫ് ലെപ്റ്റോസ്പിറോസിസ്. അതിന് ജോണ്ടിസ്, കിഡ്നി, അപ്പോൾ ഹെപ്പാറ്റിക് പ്രശ്നം വന്നു, കിഡ്നി പ്രശ്നം വന്നു, അതുപോലെ തന്നെ ഹൈപ്പോടെൻഷൻ, ഹെമറേജ്, ഇതിന് വരുമ്പോഴാണ് വീൽസ് ഡിസീസ് എന്ന് പറയുന്നത്. ചില പേഷ്യൻസിന്, ഒരു പേഷ്യൻറ്റ് പണ്ട് ഇവിടെ വന്നത് കഫായിട്ടാണ്, ഫീവർ കഫ് മയാൾജിയ. ചെസ്റ്റ് എക്സ്റേ കാണാം. ചെസ്റ്റ് എക്സ്റേ ടിപ്പിക്കൽ ഓഫ് ചെസ്റ്റ് എക്സ്റേ, കംപ്ലീറ്റ് അൽവിയോളർ ഹെമറേജ്, കംപ്ലീറ്റ് സഫ്യൂഷൻ പോലെ കാണാം. ലിവർ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ജോണ്ടിസ് ഉണ്ടാവാം. അതുപോലെ LFT അബ്നോർമൽ. ഈ LFT പറയുമ്പോൾ കാര്യത്തിൽ നമ്മൾ സാധാരണയിൽ SGOT SGPT എലിവേറ്റ് എന്ന് പറയും, ബിലിറൂബിൻ കൂടുന്നു പറയും. പക്ഷെ വൈറൽ ഹെപ്പാറ്റൈറ്റിസിൽ SGPT ആണ് കൂടുന്നത്, ഇതിൽ SGOT ആണ് കൂടുന്നത്. SGOT ആണ് കൂടുതൽ, SGPT കുറവായി കമ്പയർ ചെയ്യുമ്പോൾ. വൈറൽ ഹെപ്പാറ്റൈറ്റിസിൽ SGPT കൂടും, SGOT കുറഞ്ഞു. അതുപോലെ തന്നെ സെർബിലോബിൻ രണ്ടിലും കൂടാം. അതുപോലെ ഹെപ്പാറ്റോമെഗലി വേണമെങ്കിൽ ഉണ്ടാവാം, ടെൻഡർ ആയിരിക്കും. അപ്പോൾ സ്പ്ലീനോമെഗലി ഉണ്ടാവും. ഇത് ഈ 3 എല്ലാം കൂടി വരുമ്പോഴാണ് വീൽസ് ഡിസീസ് എന്ന് പറയാൻ പറ്റുക. കിഡ്നി ഫംഗ്ഷനിൽ വരുമ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വരുമ്പോൾ RFT. അവർ പേഷ്യന്റ് ഫീവർ വിത്ത് മയാൾജിയ വിത്ത് കൺജങ്ക്റ്റിവൽ സഫ്യൂഷൻ വന്നാൽ നമ്മൾ LFT, RFT, ബ്ലഡ് പ്രോട്ടീൻ,
പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്തായാലും നോക്കിയിരിക്കണം. ആഫ്റ്റർ 5 days മാത്രമേ നമുക്ക് ലെഫ്റ്റ് IgM പോസിറ്റീവ് കിട്ടുള്ളൂ, അതുവരെ കിട്ടില്ല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഒരു ക്ലിനിക്കിലാണ് ഈ ഡയഗ്നോസിസ് കംപ്ലീറ്റ് ഇടുന്നത്. അല്ലാണ്ട് നമുക്ക് പ്രോപ്പർ എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. പക്ഷെ പോസിറ്റീവ് ആയി കിട്ടണമെങ്കിൽ ആഫ്റ്റർ 5 days ഓഫ് ഫീവർ ആയിരിക്കണം. ദിസ് ഈസ് ദ ടിപ്പിക്കൽ എക്സ്റേ ഓഫ് ചെസ്റ്റ് എക്സ്റേ ഓഫ് ദ പേഷ്യൻസ്. ദിസ് ഈസ് ദ ബൈലാറ്ററൽ ഇൻവോൾവ്മെന്റ് ഓഫ് alveoli. അത് പൾമണറി എഡിമയായിട്ട് ചെറിയ ഒരു സാമ്യം ഉണ്ടായിരിക്കും. അപ്പൊ അത് ആ പേഷ്യന്റ് വരുന്നത് കഫായിട്ടായിരിക്കും. ഇപ്പൊ ഹൈമോട്ടൈസ് ഉണ്ടാവാം, ഊർലന്റ് സ്കൂട്ടായിരിക്കാം. അത് കാരണം അതർ മാനിഫെസ്റ്റേഷൻസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. IHEP ഡെഫിനിഷൻ നമ്മളിപ്പോൾ IHEP ഇത് ചെയ്യുന്നുണ്ടല്ലോ. IHEPക്ക് ഡെഫിനിഷൻ ഇതാണ്. നമ്മൾ IHEP P ഫോം ആൻഡ് ഫോം ഒക്കെ ഫില്ല് ചെയ്യണ്ടല്ലോ. അപ്പൊ അതിലുള്ള ഡെഫിനിഷൻ ഇതാണ് ഗവൺമെന്റ് ഓഫ് കേരള തന്നിരിക്കുന്നത്. ഒന്ന്, ഹെഡേക്ക് മയാൾജിയ പ്രോസ്റ്റേഷൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഈ കാണുന്ന താഴെ കാണുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് പ്രോബബിൾ കേസാണ്. അതായത് ഹെഡേക്ക് മയാൾജിയ പ്രോസ്റ്റേഷൻ, കാപ്മസിക് ഇൻട്രസോ കൺജങ്ക്റ്റിവൽ സഫ്യൂഷനോ ഒളിഗൂരിയോ ജോണ്ടിസോ എന്തെങ്കിലും വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് P ഫോമിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും കേസ് ഓഫ് ലെപ്റ്റോസ്പിറോസിസ്. നെക്സ്റ്റ് എൽ ഫോമിൽ ലാബ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പ്രിസ്ക്രിപ്ഷനും അതുപോലെ IgM ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് IgM ഡെഫിഷ്യൻ L ഫോമിൽ പോസിറ്റീവ് നേടാം. ഇതാണ് സമ്മറീസ്. നമ്മൾ കിഡ്നി നോക്കുമ്പോൾ ക്ലിനിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും. അപ്പോൾ ക്രിയാറ്റിനും ബ്ലഡ് യൂറിൻ കൂടുതലായിരിക്കും. അപ്പോൾ RFT ചേഞ്ച് ചെയ്യണം എന്തായാലും. ലിവർ നോക്കുമ്പോൾ ജോണ്ടിസും ഹെപ്പാറ്റോമെഗലി ഉണ്ട്. അപ്പോൾ ഇതിൽ എലിവേറ്റഡ് SGPT SGOT CPK നല്ലതാണ് ചെയ്യുന്നത്. CPK എലിവേറ്റഡ് ആയിരിക്കും. ലങ്സിലാകുമ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുത്താലും മതി. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഹാർട്ടിനെ ബാധിക്കാം, VCG എടുക്കാം. പിന്നെ ബ്ലീഡിംഗ് ടെൻഡൻസി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ടോട്ടൽ കൗണ്ട് എന്തായിരിക്കും? ടോട്ടൽ കൗണ്ട് ഗ്ലൂക്കോസൈറ്റോസിസ് മോർ ദാൻ 10,000 വരും. പക്ഷേ ഡെങ്കി ഫീവറിലോ മോർ ദാൻ 4,000 ആയിരിക്കും ഡെങ്കി ഫീവർ. അപ്പോൾ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ബ്ലഡ് പ്രോട്ടീനും അതുപോലെ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെങ്കി ഓർ ലെപ്റ്റോ. ഹെപ്പാറ്റൈറ്റിസ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ള മാർക്കേഴ്സോ SGOT SGPT ഒക്കെ അറിയാൻ പറ്റും. SGPT കൂടുതലാണെങ്കിൽ വൈറൽ ഹെപ്പാറ്റൈറ്റിസ്. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഫീവർ മാത്രമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസ, മലേറിയ, ടൈഫസ് വരാം. ജോണ്ടിസ് ആയിട്ട് പേഷ്യന്റ് വരുമ്പോൾ മലേറിയ, വൈറൽ ഹെപ്പാറ്റൈറ്റിസ്, സെപ്സിസ്. ഈ ലെപ്റ്റോസ്പിറോസിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് പറയുന്നത്. പേഷ്യന്റ് റിനൽ ഫെയിലിയർ ആണെങ്കിൽ ഇതെല്ലാം വേണം. മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ ഇത്, ഹെമറാജിക് ഫീവർ ആണെങ്കിൽ ഡെങ്കു, ഹാൻഡ് വൈറസ്, ലെപ്റ്റോസ്, ടൈഫസ്. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പറഞ്ഞു, TC പറഞ്ഞു. അത് ഫസ്റ്റ് 3 days RT-PCR ചെയ്യുമ്പോൾ RT-PCR ചെയ്യാൻ നമുക്ക് സംവിധാനം നമുക്കില്ല. ആഫ്റ്റർ 3 days അത് പറഞ്ഞു ത്രോംബോസൈറ്റോപീനിയ പ്ലേറ്റ്ലെറ്റ് കണ്ട് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ബിലോബിൻ്റെ ടെസ്റ്റ് CPK ചെസ്റ്റ് എക്സ്റേ. ആഫ്റ്റർ 5 days ആണ് നമ്മൾ പറഞ്ഞ IgM എൽസർ. ഇതെല്ലാം നമ്മൾ താലൂക്ക് ആശുപത്രി CHC ലെവലിൽ. അപ്പോൾ ഇപ്പോൾ FSC കൂടി വരുന്നുണ്ട്, എല്ലാ FSCയിലും ലാബായി. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എഴുതാം പേഷ്യന്റിന്. ഓരോന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒളിഗോരി വരികയാണെങ്കിൽ CPK നോക്കാം. റൂട്ടീൻ യൂറിൻ എക്സാമിനേഷൻ എന്തായിരിക്കും നമ്മൾ ഫൈൻഡിങ്? ലെപ്റ്റോസ്പിറോസിസ്, ഹെമിച്യൂരിയ 0-1 ഉണ്ടെങ്കിൽ അതുപോലെ പോസിറ്റീവായിട്ട് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. If the patient is having fever, myalgia, headache with 0 to 1 RBC ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കിഡ്നിക്ക് സസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഐസൊലേഷൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്ലൈഡ് ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ ദിസ് വെരി ഗുഡ് സ്ലൈഡ്. ഒറ്റ സ്ലൈഡിൽ നല്ല കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇതൊരു WHO വേറെ ഫെയിൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ് 20 to 25 പോസിബിൾ ലെപ്റ്റോസ്പിറോസിസ്. ഇത് അപ്പോൾ ഓരോ സംഗതികളും എഴുതിയിട്ടുണ്ട്. ഹെഡേക്ക്, ഫീവർ, ടെമ്പറേച്ചർ ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പോയിന്റ്സുകളുണ്ട്. പോയിന്റ് കൂട്ടി കഴിഞ്ഞതെല്ലാം പേഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ 20 to 25 ആണെങ്കിൽ ലെപ്റ്റോസ്പിറോസിസ്. കൂടുതലാണെങ്കിൽ ഒരു പ്രിസംപ്റ്റീവ് ഡയഗ്നോസിസ് മാത്രമാണ്. ട്രീറ്റ്മെന്റ് അറ്റ് PSC ആൻഡ് CSC ലെവലാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ടോക്സിസിറ്റി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 100 mg
കാലത്തും വൈകിട്ടുമായിട്ട് 7 days കഴിച്ചാൽ കംപ്ലീറ്റ് ക്യൂർ ആണ്. നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് ഇൽനെസ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് റെഡ് ഫ്ലാഗ് സൈൻസ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അടിച്ചപ്പിലേക്ക് കിടക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ കോമോർബിഡിറ്റീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെപ്റ്റോസ്പിറോസിസ് വരുമ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയബറ്റീസ് ഷുഡ് ബി അണ്ടർ കൺട്രോൾ. അതർവൈസ് പേഷ്യന്റ് പെട്ടെന്ന് തന്നെ കിഡ്നി ഇഞ്ചുറിക്കും ലിവർ ഇഞ്ചുറിക്കും പോകാൻ സാധ്യതയുണ്ട്. വിതൻ ട്രീറ്റ്മെന്റ് this is 100 mg BD and amoxicillin is also sensitive for leptospirosis. അതുകൊണ്ടാണ് മിക്ക നമ്മൾ ഫസ്റ്റ് ആയിട്ട് അമോക്സിലിൻ നമ്മൾ ആന്റിബയോട്ടിക് ഇതിൽ വരുമ്പോൾ നമ്മൾ അമോക്സിലിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ലെപ്റ്റോസ്പിറോസിസ് കേസായിരിക്കുന്നത്, പക്ഷെ അതൊക്കെ അമോക്സിലിൻ കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. പക്ഷെ ചില കേസിൽ മാത്രം നമുക്ക് ടിപ്പിക്കൽ പ്രസന്റേഷൻ ആയിട്ട് നമുക്ക് ഡോക്സിസൈക്കിൾ ചേർക്കാൻ പറ്റും. അതർവൈസ് നമ്മൾ എല്ലാവർക്കും അമോക്സിലിൻ ഫസ്റ്റ് ആയിട്ട് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. Next is children over 80 years, doxycycline 5 mg per kg per day in divide doses. 8 വയസ്സിന് താഴെ ആകുമ്പോൾ അമോക്സിലിൻ 10 mg per kg. അപ്പോൾ ഡോക്സിസൈക്ലിൻ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, ടെട്രാസൈക്ലിൻ കൊടുക്കാൻ പാടില്ല. ബൈ bone and joint side effect. Yes. Staining. സ്റ്റൈലില് പല്ലൊക്കെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഒക്കെ എത്തിച്ചത്. ഓക്സിജൻ കൊടുക്കാറില്ല, ടെട്രാസൈക്ലിൻ കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക്. അപ്പോൾ 20 വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? അമോക്സിലിൻ. അപ്പം നമുക്ക് അഡ്മിഷൻ വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? CP ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 lakhs നമ്മളിപ്പോൾ കേരള ഗവൺമെന്റ് വർഷമായിട്ട് അപ്ഡേറ്റ് പറയുന്നത് 15 lakhs പറയുന്നത് 6th hourly അഡ്ലറ്റ്. അത് പിന്നെ അടുത്തത് സെൻസിറ്റീവ് ടു CP ആണെങ്കിൽ എന്ത് ചെയ്യും? സെഫ്ട്രാക്സോൺ 1 to 2 gram 2 gram വേണം BD കൊടുക്കണം. 7 days is enough. 7 days. പിന്നെ സിപ്രോളോക്സിൻ ആൻഡ് മാക്യുലേറ്റ്സ് അത് നമ്മളൊരു സംശയം മാത്രമേ ഉള്ളൂ. അതിന് പ്രൂവൺ എഫിക്കസി ഇല്ല. അസ്ട്രോമൈസിൻ ചിലവങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇതിനൊന്നും സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അസ്ട്രോമൈസിൻ കിടക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് അപ്പോൾ CP അല്ലെങ്കിൽ സെഫ്ട്രാക്സോൺ കൊടുക്കാം, സേഫ് IV. അപ്പോൾ CP കൊടുക്കുമ്പോൾ നമുക്ക് ലെപ്റ്റോസ്പൈറയ്ക്ക് ഒരു റിയാക്ഷൻ സംഭവിക്കും. ഫസ്റ്റ് CP കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡോസ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ലെപ്റ്റോസ്പൈറയിൽ എല്ലാ ലെപ്റ്റോസ്പൈറയും ഒരുമിച്ച് ചാവും. അപ്പോൾ എന്തുണ്ടാവും? ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ, ഡാരിഷ് റിയാക്ഷൻ ഉണ്ടാവും. ഹൈ ഗ്രേഡ് ഫീവർ, പിന്നെ ഭയങ്കര കംപ്ലീറ്റ് ആയിരിക്കും. ശേഷമായിട്ട് ചിലപ്പോൾ ഷോക്കിലേക്ക് പോവാം. അപ്പോൾ യു ഷുഡ് ബി റെഡി വിത്ത് ഹൈഡ്രോകോർട്ടിസം ആൻഡ് അവിൽ. ഈ ഇൻഫ്ലുവൻസ് മറ്റേ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലോസിസിലും മെഡിസിനും കൊടുത്ത സെയിം തിങ് ഹാപ്പൻ. പ്രോഗ്നോസിസ് മൈൽഡ് ലെപ്റ്റോസ്പിറോസിസ് സുഖമായിട്ട് മുന്നോട്ട് നീങ്ങും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ വേസ്റ്റ് ഡിസീസ് ആണെന്നെങ്കിൽ നമുക്ക് കിഡ്നിയും അതുപോലെ ലിവറിനും ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് പേഷ്യന്റ് രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. ക്രിയാറ്റിൻ 2.6 മുകളിൽ കിടന്നാൽ പേഷ്യന്റ് മിക്കതും എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫേസിൽ നോക്കിയിട്ട് നമ്മൾ ക്രിയാറ്റിൻ കൂടുതലാണ് പേഷ്യന്റ് എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്യണം. നോ വാക്സിൻസ് അവൈലബിൾ കറന്റ്ലി. അപ്പോൾ നമുക്ക് കീമോ പ്രൊഫൈലാക്സിസ് നടത്താം. കീമോ പ്രൊഫൈലാക്സിസ് എന്താ സംഭവം? അഡൽട്സിന് 200 mg വൺസ് വീക്ക്ലി ഫോർ 6 weeks. അത് നമുക്ക് വേണ്ട കാര്യം, അതായത് ഡോക്സിസൈക്ലിൻ പ്രൊഫൈലാക്സിസ്. അപ്പോൾ ഡോക്സിസൈക്ലിൻ ഒരാൾ കഴിക്കാമെങ്കിൽ എന്തുണ്ടാവും? സിനിമാടൻ ജയറാമിന്റെ വൈഫിൽ പാർവതിയെ നീറ്റിലെത്തായി കാരണം ഡോക്സിസൈക്ലിൻ അറിയാണ്ട് കഴിച്ചു പോയി. ആക്ടിനിക്ക് വേണ്ടി പേഷ്യന്റ് ഡോക്ടർക്ക് പോയിരുന്ന ഡോക്സിസൈക്ലിൻ 10 days 30 days കഴിച്ചു. ഹെപ്പാറ്റിക് നെക്രോസിസ് പേഷ്യന്റ്. അപ്പോൾ ഡോക്സിസൈക്ലിൻ കൊടുക്കുന്നതും പേഷ്യന്റിനോട് പറയുന്നതും അത് നമ്മൾ 6 weeks 2 weeks അല്ലെങ്കിൽ 3 weeks ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൊടുത്തിട്ടെല്ലാം ചിലപ്പോൾ ആ പേഷ്യൻസ് എടുത്തിട്ട് ഈ ആറാഴ്ചകളിൽ കഴിക്കാറുണ്ട്. ഒരു പത്രത്തിൽ വാർത്ത കണ്ടില്ലേ? വൈറ്റമിൻ ഡി 60 ആഴ്ചയിൽ നമ്മൾ ചേട്ടനെ കൊടുത്തു. ഫാർമസിസ്റ്റ് ചേട്ടനെ അടിപ്പിച്ചു കൊടുത്തു, ഇവരടിച്ചു പോയി. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ പേഷ്യന്റിനോട് പറയുമ്പോൾ 100 mg BD വീക്കിലി വൺസ് എന്ന് പറയാം. കറക്റ്റ് 6 ആഴ്ച കഴിഞ്ഞ് നിർത്താമെന്ന് പറയും. ഒരു 3 ആഴ്ച ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി.
ഈ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഡോക്സ് കൊടുക്കാൻ പാടാത്ത. സംബന്ധിക്കുന്നത് 8 വയസ്സ്